ഇക്ബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇതാ BDJS 35 സീറ്റ് ആവശ്യപ്പെടാൻ പോവുകയാണ്. മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം BJP നേതൃത്വവുമായി ചർച്ച നടത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 23 സീറ്റിലാണ് മത്സരിച്ചിരുന്നത്. ലേബി സുജീന്ദ്രനാണ് ചേരുന്നത്. ലേബി, കഴിഞ്ഞ 23 സീറ്റിലാണ് മത്സരിച്ചത്. ഇത്തവണ സീറ്റ് ഉയർത്തി നൽകണം, അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് നൽകണമെന്ന് BDJS ആവശ്യപ്പെടാൻ പോവുകയാണ്. 35 സീറ്റ് എന്ന് പറയുന്നു. എന്തൊക്കെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടാണ് സീറ്റ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്? ഇനിത് 2015 BDJS രൂപീകരിക്കുന്നത്. അതിനുശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ അന്ന് 27 സീറ്റിൽ മത്സരിച്ചതാണ്. അതിനുശേഷം 37 സീറ്റിൽ മത്സരിച്ചതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിലാണ് 23ലേക്ക് അത് ചുരുങ്ങിയത്. ഇതിൽ കടുത്ത അതൃപ്തി BDJSനുണ്ട്. അത് മാത്രമല്ല, തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സീറ്റ് നിർണയമൊക്കെ വന്നപ്പോൾ കടുത്ത പ്രതിഷേധവുമായി പ്രാദേശിക തലത്തിലുള്ള BDJSന്റെ നേതാക്കളൊക്കെ രംഗത്ത് വന്നതാണ്. അന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ പ്രത്യക്ഷമായ അഭിപ്രായവുമായി രംഗത്ത് വന്നില്ല എന്നതേ ഉള്ളൂ. എങ്കിലും കടുത്ത വിയോജിപ്പ്, NDA നേതൃത്വം ആവശ്യമായ പരിഗണന നൽകുന്നില്ല എന്ന കാര്യത്തിൽ അവർക്കുണ്ട്. അതുമാത്രമല്ല, നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ വന്നപ്പോൾ കണ്ടതാണല്ലോ. അതിനുശേഷം SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ NDAയിൽ നിന്ന് കടുത്ത അവഗണനയാണ്, കടുത്ത അനീതിയാണ് BDJS നേരിടുന്നത്, മുന്നണി വിട്ട് പുറത്തു വരണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ രീതിയിലുള്ള കുറച്ച് പ്രചാരവും വന്നിരുന്നു, അഭ്യൂഹമൊക്കെ നിലനിന്നിരുന്നു. എന്നാൽ NDAയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ തവണ വെട്ടിച്ചുരുക്കിയ സീറ്റുകളൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ 35 സീറ്റുകളിലേക്ക് തന്നെ, ആ സീറ്റ് 35 എണ്ണം തന്നെ ആവശ്യപ്പെടണം എന്നുള്ള ഒരു പൊതുധാരണ ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റന്നാൾ BDJSന്റെ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. അതിനുശേഷം അടുത്തയാഴ്ച NDAയുടെ സീറ്റ് ഘടകകക്ഷി ചർച്ചകളൊക്കെ തുടങ്ങുകയാണ്. അതിലാണ് സീറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് ഘടകകക്ഷികൾക്ക് ഉന്നയിക്കാൻ പറ്റുക. അടുത്തയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട NDA യോഗം വിളിക്കുമ്പോൾ ഇക്കാര്യം BDJS പറയും. അത് മാത്രമല്ല, അടുത്ത ആഴ്ച ആദ്യം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ നേരിൽ കണ്ട് ഇക്കാര്യം BDJS അവതരിപ്പിക്കുകയും ചെയ്യും. ഏതായാലും 35 സീറ്റ് വേണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് BDJS ഇപ്പോൾ ഉള്ളത്. വിനിത, ശരി, ഏതായാലും ഈ ആവശ്യം അംഗീകരിക്കുമോ എന്ന് നമുക്ക് അറിയണം. എന്തായാലും 35 സീറ്റുകളിൽ മത്സരിക്കാൻ സീറ്റ് ആവശ്യപ്പെടാനാണ് ഇപ്പോൾ BDJSന്റെ തീരുമാനം. ലേബി സുജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.